സഭയുടെ ഒരു നിലപാട് എന്താണ്? അല്ല, ഈ അടിസ്ഥാനപരമായി ഈ വിവരം ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇത് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് തന്നെ 1947 ഈ റിസർവ്ഡ് ക്ലാസസ് പറയുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ് കാസ്റ്റ് ഇല്ല. അത് കഴിഞ്ഞ് കേരളം സ്വതന്ത്രമായതിനു ശേഷം 1957 ഈ സബ് കാസ്റ്റ് റിസർവേഷന്റെ കാറ്റഗറിയിൽ വരുന്നില്ല. ലാറ്റിൻ കാത്തലിക് എന്നാണ് വരുന്നത്. ഇനി ദേശീയ തലത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1980 റിപ്പോർട്ട് പുറത്തു വരുന്നു. 1990 ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുന്നത്. ആ പ്രാബല്യത്തിൽ വരുന്ന സന്ദർഭത്തിലും ലാറ്റിൻ കാത്തലിക് എന്നുള്ള കാറ്റഗറിയാണുള്ളത്. അല്ലാതെ അതിനകത്ത് സബ് കാസ്റ്റുകളെല്ലാം എടുത്തു കളയുക. കേന്ദ്രത്തിലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സബ് കാസ്റ്റുകൾ ഇല്ലാതെയാണ് ലാറ്റിൻ കാത്തലിക് എന്നുള്ള നിർദ്ദേശം വരുന്നത്. ഇതിനിടയ്ക്ക് ചില പരാതികളുടെയൊക്കെ വെളിച്ചത്തിൽ കിർത്താഡ്സ് 2008 ഈ പറഞ്ഞിരിക്കുന്ന 1947 മുമ്പുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ കിർത്താഡ്സ് 1947 മുമ്പെന്ന് ആ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ 1947 എന്ന് പറഞ്ഞ ഉത്തരവ് വന്നതിന് ശേഷം തീരപ്രദേശത്തുൾപ്പെടെയുള്ള കേരളത്തില് ലാറ്റിൻ കാത്തലിക് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരടുത്തൊക്കെ ചെന്ന് കയറുന്നാൽ കൊടുക്കത്തില്ലായിരുന്നു. ഇനി അവസാനം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണ്. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥര് ബിഷപ്പുമാര് സഭയിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അല്ലാതെ സഭയല്ല സർട്ടിഫിക്കറ്റ്, റവന്യൂ ഉദ്യോഗസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വസ്തുതയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ സ്ട്രേ ആയിട്ടുള്ള ചില ഇൻസിഡൻസ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കേസും അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. നമുക്ക് ഒഫീഷ്യലി അങ്ങനെ എന്തെങ്കിലും പരാതിയോ അല്ല ഇങ്ങനെ വ്യാജമായിട്ട് ഈ സഭയുടെ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗികമായ പരാതികൾ എന്തെങ്കിലും ലഭിച്ചു? അങ്ങനെ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല. ഞാനതാ പറഞ്ഞേ, വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പരാതി വന്നു. പരാതി യഥാർത്ഥത്തിൽ വരുമ്പോ അത് റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് കൊടുക്കേണ്ടത്. റവന്യൂ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ മേലുള്ള റിസർവേഷൻ ഉണ്ടാകുന്നത്. അച്ഛൻ പറയുന്നത് ഈ ജാതി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്ന പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് റവന്യൂ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പം സഭയ്ക്ക് പരാതി വരാത്തതുകൊണ്ട് സഭ അതിനെ ഇപ്പോൾ ആ ഒരു അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു പരാതിയില്ലാത്ത സാഹചര്യത്തിൽ ലാറ്റിൻ കാത്തലിക് എന്നുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം പലപ്പോഴും MBBSന് എഞ്ചിനീയറിംഗിനൊക്കെ ഉൾപ്പെടെയുള്ള ഈ വളരെ വൈകിയായിരിക്കും ഈ വിദ്യാർത്ഥികളൊക്കെ ചെല്ലുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി രേഖകൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ റവന്യൂ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായി നടപടി ചെയ്യാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ അത്തരം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്.